ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇൻ്റർസ്റ്റെല്ലാർ ഗ്യാസിൻ്റെയും സ്പേസിലുള്ള പൊടിപടലങ്ങളുടെയും ഒരു ഡെൻസ് ക്ലൗഡിൽ നിന്നാണ് നമ്മുടെ സൗരയൂഥം രൂപപ്പെടാൻ തുടങ്ങിയത്. അടുത്തുള്ള ഏതോ നക്ഷത്രത്തിൻ്റെ പൊട്ടിത്തെറിയിൽ നിന്നുള്ള ഷോക്ക് വേവ് കാരണം ആ ഡെൻസ് ക്ലൗഡ് തകരുകയും ചെയ്തു. പൊടിപടലങ്ങളുടെ ആ മേഘം തകർന്നപ്പോൾ അത് സോളാർ നെബുല എന്ന പദാർത്ഥത്തിൻ്റെ കറങ്ങുന്ന ഒരു ഡിസ്കായി രൂപാന്തരപ്പെട്ടു. ഇൻ്റർസ്റ്റെല്ലാർ വാതകത്തിൻ്റെയും പൊടിയുടെയും മേഘത്തെയാണ് സോളാർ നെബുല എന്ന് വിളിക്കുന്നത്. സോളാർ നെബുലയുടെ മധ്യഭാഗത്ത് ഗുരുത്വാകർഷണം കൂടുതലായതുകൊണ്ട് കൂടുതൽ വസ്തുക്കളെ ആകർഷിക്കുകയും അത് അടിഞ്ഞുകൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഒടുവിൽ സെൻറ്ററിലെ മർദ്ദവും താപനിലയും വളരെ ഉയർന്നതായിത്തീർന്നു. ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഹീലിയം രൂപപ്പെടാൻ തുടങ്ങി. അത് വലിയ അളവിൽ ഊർജം പുറപ്പെടുവിച്ചു. ഇങ്ങനെയാണ് സൂര്യനുണ്ടായത്. ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഹീലിയമായി മാറുന്ന ഈ പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്ന് ചൂടും വെളിച്ചവും ലഭിക്കുന്നത് സൂര്യനിൽ തീ കത്തുന്നതുകൊണ്ടല്ല. ഇൻഫാക്റ്റ് സൂര്യനിൽ തീ കത്തുന്നുമില്ല. ന്യൂക്ലിയർ ഫ്യൂഷനാണ് സംഭവിക്കുന്നത്. അതായത് ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന ഈ പ്രവർത്തനം. നക്ഷത്ര രൂപീകരണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നക്ഷത്രത്തിന് ചുറ്റും രൂപം കൊള്ളുന്ന വാതകത്തിൻ്റെയും പൊടികളുടെയും പരന്ന കറങ്ങുന്ന ഡിസ്കാണ് പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക്. ഈ ഡിസ്കിനുള്ളിൽ ഗുരുത്വാകർഷണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്നിവ കാരണം ചെറിയ പൊടിപടലങ്ങളും വാതക തന്മാത്രകളും കൂട്ടിയിടിക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇവ ഒന്നിച്ചുകൂടുകയും അക്രീഷൻ എന്നൊരു പ്രോസസ്സിലൂടെ വലുതാവുകയും ചെയ്യുന്നു. പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിലെ പാർട്ടിക്കിൾസ് കൂട്ടിയിടിച്ച് ലയിച്ച് വലിയ വസ്തുക്കളായി മാറുന്ന പ്രക്രിയയാണ് അക്രീഷൻ. ഒരു വീടിന് കല്ലുകൾ അല്ലെങ്കിൽ ഇഷ്ടികകൾ എങ്ങനെയാണോ അതുപോലെയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന പ്ലാനറ്റെസ്റ്റൈൽസ് ഗ്രഹങ്ങൾക്ക്. അവയാണ് ഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്. വലിപ്പത്തിൽ ഏതാനും മീറ്ററുകൾ മുതൽ 100 കണക്കിന് കിലോമീറ്റർ വരെയുള്ള പ്ലാനറ്റെസ്റ്റൈൽസ് ഉണ്ടാകും. ഇവ കൂട്ടിയിടിച്ച് ക്രമേണ ഗ്രഹങ്ങളായി മാറുകയും ചെയ്യുന്നു. പ്ലാനറ്റെസ്റ്റൈൽസ് വലുതാകുകയും ലയിക്കുകയും ചെയ്യുമ്പോൾ അവയിൽ പാറ, ലോഹം, ഐസുകൾ എന്നിവയുൾപ്പെടെ വിവിധ തരം വസ്തുക്കൾ ഉണ്ടാകും. ഇവയിലുണ്ടാകുന്ന താപം കാരണം ഈ പ്ലാനറ്റ്സിൽ ഡിഫറൻസിയേഷൻ എന്ന പ്രക്രിയ നടക്കുന്നു. ഡിഫറൻസിയേഷൻ സമയത്ത് സാന്ദ്രത കൂടിയ വസ്തുക്കൾ, അതായത് ലോഹം പോലെയുള്ളവ, ഗ്രഹത്തിൻ്റെ മധ്യഭാഗത്തേക്ക് പോവുകയും കോർ ഉണ്ടാകുകയും ചെയ്യുന്നു. അതേസമയം ഡെൻസിറ്റി കുറഞ്ഞ വസ്തുക്കൾ, ഐസ് എന്നിങ്ങനെയുള്ളവ ഉപരിതലത്തിൽ നിൽക്കുകയും ഗ്രഹത്തിൻ്റെ പുറം ഭാഗം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ വ്യത്യസ്ത പാളികളുള്ള ഒരു ഗ്രഹത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഒരു ഗ്രഹത്തിന് കോർ, മാൻഡിൽ, ക്രസ്റ്റ് പോലെയുള്ള വിവിധ തരം പാളികൾ ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ സൗരയൂഥം രൂപം കൊണ്ടത് ഒരു ഇൻ്റർസ്റ്റെല്ലാർ ക്ലൗഡ് കൊളാപ്സ് ചെയ്തതിലൂടെയാണ്. അവിടെ സൂര്യൻ ഒരു കറങ്ങുന്ന ഡിസ്കിൻ്റെ കേന്ദ്രത്തിൽ ഫോം ചെയ്തു. പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിലെ പാർട്ടിക്കിൾസ് കൂട്ടിയിടിച്ച് പ്ലാനറ്റെസ്റ്റൈൽസ് ആവുകയും പ്ലാനറ്റെസ്റ്റൈൽസ് കൂടിച്ചേർന്ന് ഗ്രഹങ്ങളാവുകയും ചെയ്യുന്നു. ആ ഗ്രഹങ്ങൾ ഗ്രാവിറ്റി കാരണം മാസ് കൂടിയ സൂര്യനെ വലയം വയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് സൗരയൂഥവും സൗരയൂഥത്തിൻ്റെ രൂപീകരണവും. ആദ്യകാല ഭൂമിയിൽ മാർസിൻ്റെ അത്രയും വലിപ്പമുള്ള തിയ എന്നൊരു ഗ്രഹം കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടിയിൽ ഭൂമിയുടെ ഒരു ഭാഗം ഭൂമിയിൽ നിന്നും തെറിച്ചു പോയിരുന്നു. ഗ്രാവിറ്റി കാരണം ആ ഭാഗങ്ങൾ ഭൂമിക്ക് ചുറ്റും വലയം വയ്ക്കാൻ തുടങ്ങി. പിന്നീട് ആ ഭാഗങ്ങൾ പരസ്പരം കൂടിച്ചേരാനും തുടങ്ങി. മാത്രമല്ല അതിൻ്റെ റൊട്ടേഷൻ കാരണം അതൊരു ഗോളാകൃതിയിലായി മാറി. അങ്ങനെയാണ് ചന്ദ്രൻ ഉണ്ടായത്. പിന്നെ എന്തുകൊണ്ട് ചന്ദ്രൻ ഒരു ഗ്രഹമായില്ല? സ്റ്റാറിന് ചുറ്റും സഞ്ചരിക്കുന്നവയാണ് ഗ്രഹങ്ങൾ. പ്ലാനറ്റ്സിന് ചുറ്റും സഞ്ചരിക്കുന്നവ സാറ്റലൈറ്റുകളാണ്. തുടക്കത്തിൽ ഭൂമിയിൽ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാ വെള്ളവും വാതകാവസ്ഥയിലായിരുന്നു. ഭൂമിയിൽ ജലം എങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് പല തിയറികളുണ്ട്. റീസെൻറ്റ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഗ്രഹം നിർമ്മിക്കപ്പെട്ട വസ്തുക്കളിൽ, അതായത് പ്ലാനറ്റെസ്റ്റൈൽസിൽ ജലമുണ്ടായിരുന്നു എന്നാണ്. പ്ലാനറ്റെസ്റ്റൈൽസ് കൂടിച്ചേർന്നാണ് പ്ലാനറ്റ്സ് ഉണ്ടാവുക. അതിൽ മഞ്ഞ് മൂടിയതോ ജലത്തിൻ്റെ അംശമുള്ളതോ ആയ പ്ലാനറ്റെസ്റ്റൈൽസ് ഉണ്ടാവാം. ഇതും ഭൂമിയിൽ ജലമുണ്ടാകാൻ സഹായിച്ചിരിക്കാം. ഈ സമയത്ത് ഭൂമിയിൽ മാഗ്മ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ പല തരത്തിലുള്ള വാതകങ്ങളുടെയും പ്രവർത്തനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉൽക്കാവർഷം തുടങ്ങിയ പ്രക്രിയകൾ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, വാട്ടർ വേപ്പർ എന്നിവ അടങ്ങിയ ആദ്യകാല അന്തരീക്ഷത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ വാതകങ്ങൾ അസംബിൾ ചെയ്യപ്പെടുകയും ഭൂമിയുടെ ഉപരിതലം തണുത്തുറഞ്ഞപ്പോൾ വാട്ടർ വേപ്പർ ലിക്വിഡ് ഫോമിലുള്ള ജലമായി മാറുകയും ഇത് സമുദ്രങ്ങൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്തു.
ഇന്നത്തേക്കാൾ ചൂടുള്ളതും അയേണിൻ്റെ അംശം കൂടുതലുള്ളതുമായിരുന്നു അന്നത്തെ സമുദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ പച്ച നിറത്തിലായിരിക്കാം അന്നത്തെ സമുദ്രങ്ങൾ എന്ന് കരുതപ്പെടുന്നു. ഏകദേശം 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൂക്ഷ്മജീവികളായി ജീവൻ ആരംഭിച്ചു. സയനോ ബാക്ടീരിയ ഗ്രഹത്തിലെ ആദ്യത്തെ ഫോട്ടോസിന്തസൈസറായി പരിണമിച്ചു. ഇത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ഓക്സിജൻ എത്തിക്കുകയും ചെയ്തു. ഏകദേശം 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവൻ ആരംഭിച്ചത് സൂക്ഷ്മാണുക്കളിൽ നിന്നാണ്. ഈ ലളിതമായ ജീവികൾ സമുദ്രങ്ങളിൽ തഴച്ചു വളർന്നു. പിന്നീട് അവ കൂടുതൽ സങ്കീർണമായ ജീവികൾക്കും കാരണമായി. ജീവൻ പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 1.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആദ്യ സൂപ്പർ കോണ്ടിനെൻ്റ് വാൽബറ രൂപപ്പെട്ടു. കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുന്ന ജീവിത രൂപങ്ങൾ ഉയർന്നു വന്നു. പരിണാമ പ്രക്രിയ വിവിധ ജീവജാലങ്ങൾക്ക് കാരണമായി. ഏകദേശം 335 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം സൂപ്പർ ഭൂഖണ്ഡമായ പാൻജിയ രൂപപ്പെടാൻ തുടങ്ങി. ഏകദേശം 230 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഡിനോസറുകൾ ഭൂമിയെ ഭരിക്കാൻ ആരംഭിച്ചു. ഏകദേശം 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആസ്ട്രോയിഡ് ഹിറ്റിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് കാരണം അവരുടെ വൻതോതിലുള്ള വംശനാശത്തിലേക്കും നയിച്ചു. ഡിനോസറുകൾ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. ഈ സംഭവം സസ്തനികളെ തഴച്ചു വളരാൻ അനുവദിക്കും. ഏകദേശം 6 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആദ്യകാല മനുഷ്യർ ഭൂമിയിൽ ഉത്ഭവിച്ചു എന്ന് പറയുന്നു. പിന്നീട് മനുഷ്യർ പരിണമിച്ചു, ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തു, തീയെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആധുനിക മനുഷ്യ സ്പീഷീസായ ഹോമോസാപ്പിയൻസ് ഉപകരണങ്ങൾ, ഭാഷ, സാമൂഹിക ഘടന എന്നിവയുടെ വികസനം മനുഷ്യരെ പൊരുത്തപ്പെടുത്താനും ഭൂഖണ്ഡങ്ങളിലുടനീളം വ്യാപിക്കാനും അനുവദിച്ചു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് കൃഷിയുടെ തുടക്കകാലത്ത് മനുഷ്യർ വേട്ടയാടുന്ന സമൂഹങ്ങളിൽ നിന്ന് സ്ഥിരതാമസമാക്കിയ സമൂഹങ്ങളിലേക്ക് മാറി. ഈ കാർഷിക വിപ്ലവം മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് തന്നെയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറം ബഹിരാകാശ പര്യവേക്ഷണം നടത്തുകയും ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു. ഇത്രയും വലിയ ഒരു യാത്രയിലൂടെയാണ് ഭൂമി ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. സൗരയൂഥം, ഭൂമി, ചന്ദ്രൻ, സമുദ്രങ്ങൾ എന്നിവയുടെ രൂപീകരണം മുതലുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ചും ഭൂമിയിൽ പിന്നീട് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.